ആണ്ടാണ്ടാണ്ടാണ് മീൻ ഇറങ്ങി പോയിരിക്കുന്നത്. അടുക്കി പിടിക്കുന്നു. നീ തീ അണക്കി അല്ലെ പാൻ പൊക്കി. ഗായ്സ് നമ്മൾ ഫസ്റ്റ് മീൻ ഗായ്സ് ചട്ടിക്കോ ഇപ്പം അതായത് നമ്മുടെ വല ജീവിതത്തിൽ ആദ്യത്തെ ടിപ്സ് നമ്മള് ചെയ്യാൻ പോവാണ്. നമ്മുടെ അച്ഛനെ എങ്ങനെ ഒന്നുമില്ല അറിയത്തില്ല രണ്ട് ഗായ്സ് നമ്മുടെ മച്ചാൻ തപ്പി പിടിക്കുവാണ്. നമ്മുടെ വല വീശുന്നതിന്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ വല ഉരുക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത്. വല ഉരുക്കുന്നതിന്റെ ഭാഗമായിട്ട് വലയുടെ ചരട് നമ്മുടെ കയ്യിലുടക്കി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സഹപ്രവർത്തകൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ വല വീശേണ്ട സമയത്ത് വീശാൻ വേണ്ടിയിട്ടാണ്. എപ്പം മീനെ കാണുന്നു അന്നേരം അത് വീശണം. അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളെല്ലാം നമ്മുടെ കൂടെയുള്ള ഹരി ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പേരല്ലേ പറഞ്ഞ ഹരി, നിന്റെ അച്ഛനും അമ്മ ഇട്ട പേരാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഈ വേറെ പേരൊന്നും നമുക്ക് അറിയത്തില്ലല്ലേ. ഓക്കെ, നമുക്ക് ഒന്ന് തുടങ്ങാം. നമ്മുടെ ഈ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ചിറ. വല വീശാനായിട്ട് ഇറങ്ങുവാണ്. നമ്മളെ ഫസ്റ്റ് വല വീശാനായിട്ട് ആള് നോക്കി പോകുന്നു. നമ്മളവനെ സപ്പോർട്ട് ചെയ്താണ് നടക്കുന്നത്. ഈ ചാലില് മീൻ ശരിക്ക് കാണുമെന്നാണ് നമ്മളെ കൂടെ നിൽക്കുന്നതാണ്ട് അപ്പൂസ് പറയുന്നത്. ഈ ചാലില് മീനുണ്ട്, മീനെ നമുക്ക് വീശാൻ പറ്റും, വീശി കിട്ടും എന്നാണ് നമ്മളെ കൂടെയുള്ള അപ്പൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൂസിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും മുന്നും പുറകെയാണ് നടക്കുന്നത്. എവിടെ വീശുന്നു അവിടാണ് നമ്മൾ വീശി വിടുന്നെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അവൻ പറഞ്ഞു, മീൻ കണ്ട് അവൻ പറയുന്നതാണ് നമ്മൾ വീശുന്നത്. ഈ വലയിൽ ആദ്യ വലയാണ് നമ്മൾ ഇപ്പൊ ഈ വീശിയിരിക്കുന്നത്. ആദ്യ വലയിൽ എന്ത് കിട്ടും, എങ്ങനെയാണെന്ന് എന്ത് കിട്ടും എന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മുടെ ഈ വലയിൽ എന്ത് കേറുമെന്ന് പോലും അറിയത്തില്ല. ഹരി, നീ പറ, നമുക്ക് എന്ത് കിട്ടും? മീൻ കിട്ടുമോ? മീനെ കണ്ടേ പറഞ്ഞോ. അവൻ അടിക്കുന്നില്ല, മീൻ അടിക്കുന്നില്ലല്ലേ. അവൻ കണ്ടെങ്കിൽ എവിടെ പറയണ്ട. കൗണ്ടർ ഉണ്ടോ? മീനുണ്ട് ഗായ്സ്, മീനുണ്ട്. നമുക്ക് ഈ വല ആണ്ടാണ്ടാണ്ടാണ് മീൻ ഇറങ്ങി പോയിരിക്കുന്നത്. ഇല്ല അടിച്ചു ഗായ്സ്. ഗായ്സ് നമ്മള് ഫസ്റ്റ് വല വീശിനകത്ത് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഗായ്സ്. നമ്മൾ ഇതിനകത്ത് നിന്ന് രണ്ടാമത്തെ വീശിൽ നമ്മൾ എവിടുന്നായാലും മീൻ കയറ്റിയിരിക്കും. നമ്മുടെ മച്ചാൻ പവർഫുള്ളായിട്ടാണ് നടക്കുന്നത്. രണ്ട് മച്ചാന്മാരും തകർത്താണ് ഈ മച്ചാന്മാർ രണ്ടുപേരും നടക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്താണ് മച്ചാനെ നടക്കുന്നത്. ഉണ്ട് മച്ചാനെ, ഉണ്ട് വീശു മച്ചാനെ, നീട്ടി വീശു മച്ചാനെ. കേറും വല. അതാണ് മച്ചാൻ, അതാണ് നമ്മുടെ വല വീശി വലക്കകത്തുള്ള മീൻ ദാ കേറുവാണ് മച്ചാനെ. തോണ്ട മച്ചാനെ, താണ്ടേ അങ്ങേ മൂലയ്ക്ക്, നമ്മുടെ ആ മൂലയ്ക്കാണ് മീൻ കിടക്കുന്ന മച്ചാനെ. അപ്പൂ തകർത്ത് തപ്പി പിടിക്കും മച്ചാനെ. കേറൂടാ അപ്പൂ, കേറും ദാണ്ടേ ഒന്നേ. അപ്പൂസ് നമ്മുടെ മീനെ തപ്പി കളയരുത് അപ്പൂസേ. നമ്മുടെ അത് തന്നെ, നമ്മുടെ പോച്ച പുറത്ത് കേട്ടല്ലേ. പയ്യെ
പോയാ വലയുടെ മേളിലാണ് പോച്ച എത്ര കിടക്കൂടിയത്. നമ്മുടെ ഈ വല വീശലിനകത്ത് നമുക്ക് പണി കിട്ടി. എന്താണ് മച്ചാനെ നമ്മുടെ ഈ രണ്ടാമത്തെ വീശലിനകത്ത് ഈ മീൻ പോകാനുള്ള കാരണം എന്താണ് മച്ചാനെ? കിട്ടാതെ പോയതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മഴയല്ല സോറി കനാൽ പറഞ്ഞിട്ട് നമ്മളിവിടെ പോച്ചപ്പുറത്ത് വെള്ളം കിടക്കും. അപ്പൊ മീനുണ്ട്, പക്ഷേ വലയ്ക്കകത്ത് മീൻ കയറത്തില്ല. കാരണം മീൻ മിസ്സാവും. ഇപ്പൊ 2 എണ്ണം നമുക്ക് മിസ്സായിട്ടുണ്ട്. എന്തുവരെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. കിട്ടിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതാണ് മച്ചാനെ, നമ്മുടെ വൈബ് അനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടുള്ളത്. മച്ചാനെ നമ്മൾ ഇപ്പോൾ ഈ വല ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലയെന്ന് പറഞ്ഞാൽ അടുത്ത വീശിന് ഏത് സമയം വേണ്ടിയിട്ട് സജ്ജനായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വല വൃത്തിയാക്കി നമ്മൾ കയ്യിൽ ഏന്തിരിക്കുകയാണ്. നമ്മൾ വേണ്ടേ ഈ ചിറയിലോട്ട് ഇറങ്ങിയാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് മീൻ ഇതാണ്ടേ, ഇതുണ്ടോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് മീൻ ഗൈസ്. ഫസ്റ്റ് മീനാണിത്, ആദ്യത്തെ വലയിൽ കേറുന്ന മീനാണ് മാൻ ഗൈസ്. ഇല്ലളിയാ പോയില്ല. താണ്ട് കിട്ടളിയാ. പതുക്കെ പതുക്കെ മതിലേ, പതുക്കെ മതി. പതുക്കെ വാ 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 കമോൺ. ഉണ്ടളിയാ. ഇങ്ങോട്ട് ഇടല്ലേ. ഇതാണ് ഗായ്സ്, ഇതാണ് ഗായ്സ് വരാൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗായ്സ്. നമ്മുടെ ചിറയിലെ ആദ്യത്തെ മീനാണ് ഗായ്സ്. നമ്മുടെ വല ജീവിതത്തിൽ ആദ്യത്തെ ടിപ്സ് നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഹരിമച്ചാൻ ആദ്യത്തെ ടിപ്സ് നമ്മൾ ചെയ്യാൻ പോവാണ്. മീനില്ലാത്തടുത്താണ് നമ്മൾ വല വീശി ഇഴക്കാൻ പോകുന്നത്. അറിയില്ല. മീൻ കേറിയാൽ കേറി എന്നും പറഞ്ഞാണ് നമ്മൾ നോക്കുന്നത്. ഇല്ലളിയാ മച്ചാനെ നമ്മൾ താണ്ടേ വല വീശി, പക്ഷെ കേറിയില്ല. നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ ചാഞ്ഞേ ഉള്ളടാ അത്. ബ്രാലിനെ തപ്പി പിടിക്കാൻ പോവാണ്. താണ്ടേ ഗായ്സ് നമ്മുടെ മച്ചാൻ തപ്പി പിടിക്കുവാണ്. പോയി ഗായ്സ്. ഇല്ല വല കേറും ഗായ്സ്. അത് വലയുടെ മോളിൽ കൂടെ ആണ് ഗായ്സ്. വലയുടെ മോളിൽ കൂടെ. ഇല്ലടാ ഉണ്ടടാ. വൃത്തിയാക്കി ആണ്ട് ഞാൻ പറഞ്ഞ സ്പോട്ടില് നമ്മുടെ ഹരിമച്ചാൻ അറിയാൻ പോകുന്നത്. കാരണം വെച്ചാൽ അവിടെ മീനുണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞ് മച്ചാൻ പറയുന്നു അവിടെ മീനില്ല. ഇതാണ് മച്ചാൻ സ്പോട്ട്. ഇത് ഈ സ്പോട്ടിൽ വീണിരിക്കണം വല. മച്ചാനെ ദാണ്ടേ മീനുണ്ട് മച്ചാനെ, മീനുണ്ട്. മീൻ ഞാൻ പറഞ്ഞില്ലേ മച്ചാൻ. അപ്പുസ പതുക്കെ വന്നാൽ മതി ഗായ്സ്. അതായത് വീശുവലിട്ട് തപ്പ് എന്താണെന്ന് സംശയം കാണും. പോച്ചപ്പുറമാണ് വെള്ളം കേൾക്കുന്നതാകുമ്പോൾ തപ്പുന്നത്. നല്ല താഴ്ച സ്ഥലമാണെന്ന് നമ്മൾ തപ്പേണ്ട ആവശ്യം വരുന്നില്ല. മീൻ മിസ്സാവാതിരിക്കാൻ വേണ്ട നമ്മള് തപ്പി മീൻ പിടിക്കുന്നത്. വല വീശെടുത്താൽ തപ്പ് സംശയം കാണും. ആ സംശയം വേണ്ട. അവിടെ ഉണ്ടല്ലേ. രണ്ട് സൈഡിലുണ്ട്. ഈ ടോർച്ച് അടിച്ചോണ്ട് നീ ഇറങ്ങിയാ പോരാന്നോ? നമുക്ക് അറിയത്തില്ല. എച്ചിക്കേ എന്താണ് മീനുണ്ടോ മച്ചാനെ? എങ്ങനെ? ഒന്നുമില്ല. അറിയത്തില്ല.
അറിയത്തില്ല. ഒന്നുണ്ട്, ഇറങ്ങി വിടി. പക്കി കിടക്കും, അതിന് കുഴപ്പമില്ല. എത്രണ്ണോടാ? രണ്ടെണ്ണം. രണ്ട് ഗായ്സ്, 2 ബ്രാലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 2 ബ്രാല് നമ്മുടെ ഈ വലയിൽ 2 ബ്രാലാണ്. വരാലാണ് നമുക്ക് അത്യാവശ്യം കിട്ടിയിരിക്കുന്നത്. ഗായ്സ്, അടുത്ത വരാലാണിത്. ഒന്ന് ഇതാണ്. ചാക്കിലോട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇതപ്പോ താഴോട്ട് പോകുന്നത്. ഒരു വരാൽ പോയി. എന്റെ പൊന്നുമായി ആ കവറിലോട്ട് അത് അങ്ങോട്ട് ഇട്ടിട്ട് തട്ടി അങ്ങോട്ട് ഇട്. നീ എന്ത് കാണിക്കുന്നേ? ഇങ്ങനെ കറക്കി ഇതൊക്കെ കണ്ട എല്ലാം ഉണ്ടോ? തട്ടുന്നുണ്ടോ വലക്കകത്ത്? ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വലക്കകത്ത് മീനുണ്ടെന്നാണ് നമ്മുടെ മച്ചാൻ പറയുന്നത്. മച്ചാന്റെ ഒരു നിഗമനം വെച്ച് മീനുണ്ടെന്നാണ് പറയുന്നത്. കുറച്ച് അല്ല അവന്റെ ഇല്ല. ഈ വീശില് 2 വീണ്ടും കണ്ടില്ലേ ബ്രാല്. അടിപൊളി 2 ബ്രാല്. മറ്റേ വലിയ ടോർച്ചാ അത്. അടിയിലാ മീനിടാ പോ. അതിന്റെ ഉണ്ട്. ഒരെണ്ണം കിട്ടി ഗായ്സ്. അടുത്ത 2ാമത്തെ ബ്രാലാണ്. അടിപൊളി സാധനം. കണ്ടാൽ ഇടി എന്നല്ല പറഞ്ഞില്ല, മിന്നൽ സാധനമാണ് ഇത് ഗായ്സ്. ഇത് മിന്നൽ സാധനം. ഇന്നലോ അമ്മാരി നോക്ക് ഗായ്സ്, ഇത്രയും വലുത്. അപ്പൊ നമുക്ക് ടോർച്ചിന് സഹായിച്ച നമ്മുടെ ചങ്കിന് 2 മീൻ കൊണ്ടുപോക്കളെ. 2 താനും കൊടുക്കുക. ബാക്കി ഇനിയുള്ള 3 എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വെങ്കന്, ഒന്ന് ആ പോകുന്ന വെങ്കന്, പിന്നെ പിന്നെ എനിക്ക് അപ്പം കൂടെ കട്ടിങ്. ഇവിടെ ശവാള ഗിരിഗിരി. കണ്ണാണം വീട് എനിക്ക്